1874 യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് അലയൻസ് ബാങ്ക് ഓഫ് ഷിൻഡ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നു. യൂറോപ്യൻസ് 49 വർഷങ്ങൾ കൊണ്ട് ഇതുപോലെ മറ്റു പല ബാങ്കുകളെയും ടേക്ക് ഓവർ ചെയ്തും എല്ലാതെയും 36 ബ്രാഞ്ചസ് ഇന്ത്യയിൽ സ്ഥാപിക്കും. ബട്ട് 49 ഇയേഴ്സിൻ്റെ ഈ ഹിസ്റ്റോറിക്കൽ റൺ 1923 ഏപ്രിൽ 27 അവസാനിക്കും. അവരുടെ മാനേജ്മെൻറ്റ് നടത്തിയ പല ഫ്രോഡ് ട്രാൻസാക്ഷൻ ആയിരുന്നു ഇതിനുള്ള കാരണം. പ്രോപ്പർ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ് ഇല്ലാത്തത് കാരണം ഇങ്ങനെ പല ഫ്രോഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ജനറേറ്റ് ആവാനും പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറ്റിക്കപ്പെടാനും തുടങ്ങി. 1854 സ്കോട്ട്ലാൻഡിൽ വേൾഡിലെ ആദ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ബോഡിയായ ICAS വന്നതുപോലെ 1880 ഇംഗ്ലണ്ടിന് ICAEW, 1904 USA AICPA, CPA സിസ്റ്റം ബിൽഡ് ചെയ്തതുപോലെ ഇന്ത്യക്കും ആവശ്യമായിരുന്നു ഇതുപോലൊരു ബോഡി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്യാൻ. 1918 3 years ഡിപ്ലോമ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബട്ട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. 1913 രജിസ്റ്റർ ഓഫ് അക്കൗണ്ടൻസ് കൊണ്ടുവന്നു. 1932 ഇന്ത്യൻ അക്കൗണ്ടൻസി ബോർഡ്, 1933 അതിൻ്റെ ആദ്യത്തെ എക്സാം നടന്നു. ബട്ട് 1947 ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുമ്പോൾ ഇന്ത്യ ഈസ് സ്റ്റിൽ സീക്കിംഗ് ഫോർ എ സ്ട്രോങ് റെപ്യൂട്ടഡ് ഇൻ്റഗ്രേറ്റഡ് ബോഡി ടു ഗവേൺ ദി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അങ്ങനെ 1949 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ്